സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ബാക്കി യൂട്യൂബ് ചലഞ്ചസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം. കാരണം ആ യൂട്യൂബ് ചലഞ്ചിലെ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ എക്സാമിനേഷനും അതിന്റെ അപ്രോച്ച് നിങ്ങളെ സഹായിക്കും. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അപ്രോച്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഏൻഷ്യന്റിന്റെ ഒരു 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മിഡീവൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ടോപ്പ് 10 PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഐ ബി ഷോയിങ് ദ ക്വസ്റ്റ്യൻസ്. മേക്ക് ഷുവർ യു ഗൈസ് ആർ ട്രൈങ് ടു ആൻസർ ദോസ്. ഓക്കെ. So starting with the question number one, this is a PYQ asked in 2024. ഇതൊന്ന് വായിച്ചിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ എവ്രി വൺ. നിങ്ങൾ ആൻസർ പറയും. ലെറ്റ് മീ ഗെറ്റ് മൈ റൈറ്റിംഗ് പാഡ്. പെട്ടെന്ന് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന ആൻസർ കമന്റ് ചെയ്യാം. ജംഷി ഓപ്ഷൻ എ കൊടുത്തു അല്ലെ? വാട്ട് അബൌട്ട് അതേഴ്സ്? നിമ്രത്തും ഓപ്ഷൻ എ കൊടുത്തു. ആദിത്യം ഓപ്ഷൻ എ കൊടുത്തു. എല്ലാവരും എ കൊടുത്തു. എന്താ ഇത്രക്ക് ഉറപ്പാണോ നിങ്ങൾക്ക്? ഓക്കെ, ഫൈൻ. ബാക്കിയുള്ളവര് ശ്രദ്ധിച്ചു വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. എല്ലാവരും എ കൊടുത്തു. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും തോറ്റു പോകും. ഒന്ന് ഒന്ന് വീഡിയോ ആക്കിക്കുക എല്ലാവരും പ്ലീസ്. ഒന്ന് കാണട്ടെ തോറ്റ മുഖങ്ങളൊക്കെ. എല്ലാവരും കുത്തിയത് ഓപ്ഷൻ എ. എല്ലാവരും തോറ്റു. അതിപ്പോ എങ്ങനെ അല്ലെ? ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിക്കും. മര്യാദക്ക് ഒന്ന് വായിച്ചു നോക്കിക്ക്. അശ്രദ്ധ കൊണ്ട് മാർക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ന്യായ ഫിലോസഫിയെ കുറിച്ചാണോ? അല്ല. നിങ്ങൾ ശതദർശന എന്ന് പറഞ്ഞ് പഠിക്കുന്ന 6 ഓർത്തഡോക്സ് സ്കൂൾസ് ഓഫ് വേദിക് ഫിലോസഫിയില് ന്യായ, വൈശേഷിക, മീമാംസ, യോഗ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ഒന്നല്ല ഇവിടെ ചോദിച്ചത്. അത് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പേര് ചിലപ്പം കേട്ടപ്പോ പുള്ളിക്കാരൻ തന്നെ. എന്തായാലും എന്തില്ല, ലഗതാമുനിയെ നിങ്ങൾ കേട്ടിട്ടില്ല. ഭരതമുനി നിങ്ങൾ കേട്ടത് വേറെ ആവശ്യത്തിന് വേണ്ടിയാണ്. രാമാനുജനെ നിങ്ങൾ കേൾക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പൊ പിന്നെ നാദമുനി ആകും വിചാരിച്ച് നിങ്ങൾ കുത്തിയിട്ടുണ്ടാവും. ബുദ്ധി തന്നെയാണ് നിങ്ങളുടെ മെയിൻ കേട്ടോ. വിമാനം എന്ന് പറയാറില്ല അതന്നെ. പക്ഷെ ഇവിടെ എളുപ്പമുള്ള വഴി എന്താ? വിശിഷ്ടാദ്വൈത സ്കൂൾ എന്നുള്ള ഒരൊറ്റ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ഉത്തരത്തിലോട്ട് വരേണ്ടത്. ഹെൻസ് ആൻസർ ഓപ്ഷൻ ഡി, രാമാനുജ. മനസ്സിലായോ? വെറുതെ അല്ല നെറ്റ് എക്സാമിനേഷൻ കുട്ടികൾ തോൽക്കുന്ന അല്ലേ? ചിരിക്കുക, സ്വന്തമായിട്ട് ചിരിക്കുക. നിങ്ങൾ ഈ ബുക്കിൽ ഏറ്റവും നല്ല ഫോക്കസ് നൽകേണ്ടിയിരുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. വെൻ യു ആർ റീഡിങ് വൺ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യന്റെ ഏത് ഏരിയ ആണോ നിങ്ങൾക്ക് കത്തുന്നത്, കത്തിയത് പിടിച്ചിട്ട് ഓപ്ഷനിലോട്ട് എത്തുക എന്നുള്ളത്. നിങ്ങൾ നേരെ എന്ത് ചെയ്തു? ന്യായ, വൈശേഷിക, മീമാംസ അങ്ങോട്ട് നിങ്ങളുടെ ബുദ്ധി പോയി. വേദാന്ത ഫിലോസഫിയിൽ പിന്നീട് ശങ്കരാചാര്യർക്ക് ശേഷം വരുന്ന ആൾക്കാരിൽ രാമാനുജാചാര്യ, മാധവാചാര്യ, വല്ലഭാചാര്യ, ഇങ്ങനെ കുറെ ആചാര്യന്മാര് ആചാര്യന്മാർ വരുന്നുണ്ട്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ പറ്റുമായിരുന്നു, നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ. വിശിഷ്ട അദ്വൈത ഫിലോസഫി അദ്ദേഹത്തിൻ്റെതാണെന്നുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? എക്സോർണോ ഒരു റിപ്ലൈ നൽകൂ. ഞാൻ ഇത്രയും നിങ്ങളെ വിശാലമായി പൊക്കി അടിച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ആ ആ ആ ഓക്കെ 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 കമോ. ആ ഫൈൻ. അപ്പൊ ഇനി തോൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി പഠിപ്പിച്ചു തരാം. പ്രത്യേകം കേട്ടോണം. ഒന്ന്, ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് ശതദർശന, ദ 6 സ്കൂൾസ് ഓഫ് ഫിലോസഫി. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്ന്, തുടങ്ങാം. ന്യായ ഫിലോസഫി. ഓക്കെ. ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോജിക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ലോജിക്.
ലോജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ് റിഗാർഡിംഗ് ദ ഫോർമേഷൻ ഓഫ് എർത്ത് മാൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ന്യായ എന്ന് പറയുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് ന്യായ സൂത്ര എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, എഴുതിയിരിക്കുന്ന ആളാണ് ഗൗതമ. ഒന്നങ്ങനെ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ സ്കൂളാണ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് സ്കൂൾ, ദാറ്റ് ഈസ് ന്യായ കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്നതാണ് വൈശേഷിക. ഈ നെറ്റ് എക്സാമിനേഷൻ ചിലപ്പം എച്ച് ഒന്നും ഉണ്ടാവില്ല, വൈശേഷിക എന്നൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ അത് ബുദ്ധിമുട്ടായി കാണണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. വൈശേഷിക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആറ്റോമിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അപ്പൊ ഏർലി ഫിസിക്സുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകമാണ് വൈശേഷിക എന്ന് പറയുന്നത്. അപ്പൊ വൈശേഷികമായി ബന്ധപ്പെട്ട പുസ്തകമാണ് വൈശേഷിക സൂത്ര, റിട്ടൺ ബൈ കനഡ. കനഡ കനഡ അന്നത്തെ ഫിസിക്സ് വാദ്യാരായിരുന്നു എന്നും പുള്ളിക്കാരൻ ആറ്റത്തിനെ കുറിച്ച് ആറ്റോമിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട് കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. വൈശേഷിക. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം അങ്ങനെ കിട്ടി. മൂന്നാമത്തതാണ് ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫിലോസഫിയാണ് സംഖ്യ. സംഖ്യ എന്നും പറയും, സംഖ്യ എന്ന് പറയും. സംഖ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷ പ്രകൃതി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. സോളും മാറ്റർ, സോൾ ആൻഡ് മാറ്റർ, അല്ലെങ്കിൽ പുരുഷ സ്ത്രീ എന്ന് പറയുന്ന രൂപത്തിലോട്ട് പറയുന്ന, അല്ലെങ്കിൽ പുരുഷ പ്രകൃതി, സ്ത്രീ അല്ല, പുരുഷ സ്ത്രീ പ്രകൃതി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്, സോൾ ആൻഡ് മാറ്റർ. അങ്ങനെ സംഖ്യ ഫിലോസഫി ഉണ്ട്. സംഖ്യസൂത്ര എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ട്, അത് എഴുതിയിരിക്കുന്ന വ്യക്തിയാണ് കപില. കപില. ഇത് മൂന്നെണ്ണം പഠിച്ചു വെക്കുക, കാരണം ഇത് മൂന്നാണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. അത് അങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാവും. ഇനി നാലാമത്തെ ഞാൻ വേറൊരു കളർ ഉപയോഗിക്കുകയാണ്. നാലാമത്തെ വ്യക്തിയാണ് നമ്മുടെ യോഗാചര ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിട്ട് വി ആർ ഹാവിങ് വാട്ട്, യോഗ സ്കൂൾ ഓഫ് ഫിലോസഫി. യോഗാചര അല്ല, യോഗാചര ബുദ്ധിസമാണ്, സോറി, യോഗ ഫിലോസഫി. യോഗ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഡിറ്റേഷനിലൂടെ സാൽവേഷൻ കണ്ടെത്തുക എന്നുള്ള ഒരു അപ്രോച്ചാണ് വരുന്നത്. അപ്പൊ യോഗസൂത്ര എഴുതിയിട്ടുണ്ടാര് പതഞ്ജലി. ഓക്കെ, അടുത്തത് അഞ്ചാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് മീമാംസ. മീമാംസ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വേദിക് റിച്വൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്, സാക്രിഫൈസസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ മീമാംസ സൂത്രം ഉണ്ട്, അത് എഴുതിയ വ്യക്തിയാണ് ജെയ്മിനി. ജെമിനി നമ്മൾ പറയല്ല, അതുപോലെ ജെയ്മിനി. ആറാമത്തതാണ് ഏറ്റവും സൂപ്പർ ഇമ്പോർട്ടന്റ്, അതാണ് നമ്മൾ പറയുന്ന ഉത്തരമീമാംസ. ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്ത ഫിലോസഫി. ഈ വേദാന്ത ഫിലോസഫിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കുറച്ചുകൂടെ ഫിലോസഫിക്കൽ അപ്രോച്ച് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഒരു പ്രധാനപ്പെട്ട ഏർലി ലീഡറാണ് ഭദ്രയാന. ഭദ്രയാന തുടങ്ങി വെച്ചു. ഇനി നിങ്ങളുടെ പഠിച്ചിരിക്കേണ്ട പോയിന്റ് ക്വസ്റ്റ്യനുമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ ആറാമത്തെ ഫിലോസഫി ആയിട്ടുള്ള വേദാന്ത ഫിലോസഫി. ഈ വേദാന്ത ഫിലോസഫിയുടെ ബാക്കി ഭാഗങ്ങളാണ് എന്ത് എന്ത് നിങ്ങൾക്കറിയാം, പറഞ്ഞോ. വേദാന്ത ഫിലോസഫിയുടെ മറ്റു ഭാഗങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന എന്ത് അദ്വൈത ഫിലോസഫി, വിശിഷ്ടാദ്വൈത ഫിലോസഫി, ദ്വൈത ഫിലോസഫി, ശുദ്ധാദ്വൈത ഫിലോസഫി. ഇങ്ങനെ ഫിലോസഫികളൊക്കെ വരുന്നത് വേദാന്തയുടെ ഫർദറാണ്. അതിൽ വിശിഷ്ടാദ്വൈത രാമാനുജനാണെന്നുള്ളത് പഠിച്ചു വെക്കലാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിങ്ങൾക്കറിയാം ശങ്കരാചാര്യരാണ് അദ്വൈത ഫിലോസഫി കൊണ്ടുവന്നുള്ളത്. വിശിഷ്ടാദ്വൈത കൊണ്ടുവന്ന ആളാണ് രാമാനുജാചാര്യ. ദ്വൈത ഫിലോസഫിയാണ് മാധവാചാര്യ. പിന്നെ ഇതില് വല്ലഭാചാര്യർ കൊണ്ടുവന്നതാണ് ശുദ്ധാദ്വൈത. ഈ നാലെണ്ണെങ്കിലും വൃത്തിക്ക് പഠിച്ചു. ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്നത്. ഇതൊരു ബേസിക് ലേണിംഗ് ആയിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഇത് എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞിട്ടൊന്ന് അറിയിക്കും. നിങ്ങൾക്ക് അറിയുന്നതാണ് ബേസിക്കലി, എന്നിരുന്നാൽ പോലും ഒന്നുകൂടെ പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. വൺസ് അഗൈൻ ഗൈസ്, യു ആർ ഹാവിംഗ് ശതദർശന. ദീസ്
ഓർത്തഡോക്സ് ഫിലോസഫീസ് ഓഫ് ഹിന്ദുയിസം സ്റ്റാർട്ടിങ് വിത്ത് സംഖ്യ എഴുതിയിരിക്കുന്നത്, സംഖ്യസൂത്രം എഴുതിയിരിക്കുന്നത് കപിലരാണ്. ആത്മാവും പുരുഷ പ്രകൃതി റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതാണ് സോൾ ആൻഡ് മാറ്റർ. ന്യായ ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഗൗതമനാണ്. ഗൗതമൻ ലോജിക്കാരനാണ്. ആലോചിക്കുക, കന്നഡ ഫിസിക്സ് വാദ്യരാണ്. വൈശേഷിക യോഗ പതഞ്ജലിയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം പതഞ്ജലി സുംഗ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണെന്നുള്ളത്. മീമാംസ ജൈമിനിയുടേതാണ്. ഉത്തരമീമാംസ ബദ്രയാനാണ് തുടങ്ങി വെച്ചത്. അതിന്റെ ബാക്കിയാണ് വേദാന്ത ഫിലോസഫിയില് അദ്വൈത, വിശിഷ്ടാദ്വൈത, ദ്വൈത, ശുദ്ധാദ്വൈത തുടങ്ങിയുള്ള ഫിലോസഫീസ് വരുന്നത്. ഈ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചു വെക്കുകയെങ്കിലും ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എലിമിനേഷന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാൻ ഇത് പറ്റും. ഗോയിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗൈസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് ആൻസർ ചെയ്തേ. Yeah, very good. You are commenting option D for this particular question. Now, എല്ലാവരും ഒന്ന് വീഡിയോ ഓണാക്കിക്കേ. വെരി ഗുഡ്. ഇപ്രാവശ്യം നിങ്ങൾ എല്ലാവരും ശരിയാ കുത്തിയത്. തെറ്റ് കുത്തിയ അതേ ആൾക്കാർ ശരിയാക്കുമ്പോൾ അവരെ കാണണ്ടേ? വലിയ മോശമല്ലേ? ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ലെറ്റ് മീ ഗിവ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ടു ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആസ് വെൽ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ റിച്വൽ സോവർണിറ്റി ആൻഡ് ദ ആക്ച്വൽ പൊളിറ്റിക്കൽ കൺട്രോൾ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ചോള സ്റ്റേറ്റ് ഈസ് ദ ഹോൾമാർക്ക് ഓഫ് സെഗ്മെന്ററി സ്റ്റേറ്റ് മോഡൽ പ്രൊപ്പോൺഡ് ബൈ ബർട്ടൻസ്റ്റൈൻ. ബർട്ടൻസ്റ്റൈൻ ആണ് ഈ തിയറി കൊണ്ടുവന്നത്. തിയറി വളരെ സിമ്പിൾ ആയിട്ട് പറയാം. സാധാരണ ഒരു കിങ്ഡം എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി ഹൈലി പൊളിറ്റിക്കലി സെൻട്രലൈസ്ഡ്. സാധാരണ സ്റ്റേറ്റ് പൊളിറ്റിക്കലി സെൻട്രലൈസ്ഡ് ആകാനാണ് എപ്പോഴും ശ്രമിക്കുക. അപ്പോഴാണ് മൊണാർക്കി പവർഫുൾ ആവുക. പക്ഷെ ഇൻ ദ കേസ് ഓഫ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, എസ്പെഷ്യലി ദ ചോളാസ്, ഇവിടുത്തെ അധിപനായിട്ടുണ്ടായിരുന്ന അരസർ, രാജാവ്, പുള്ളിക്കാരന് ഒരു പൊളിറ്റിക്കൽ പവർ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പവർ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് രാജാവ് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് സംതിങ് കോൾഡ് ആസ് റിച്വൽ പവർ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് റിച്വൽ സോവറിനിറ്റി. മീനിങ് വാട്ട്? രാജാവ് തന്റെ പവർ അത് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത് റിലീജിയസ് ആയിട്ടുള്ള എലമെന്റ്സ് വെച്ചിട്ടാണ്. ടെമ്പിൾസ്, ഫെസ്റ്റിവൽസ്, റിച്വലിസം, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അങ്ങനെ സ്റ്റേറ്റിൽ ഒരേ സമയത്ത് റിച്വൽ സോവറിനിറ്റിയുടെ ഒരു പവറും പൊളിറ്റിക്കലും കാണാൻ പറ്റും. പൊളിറ്റിക്കലി ചെയ്യുന്നത് ആരാണ്? നമ്മൾ ടോട്ടൽ എംപയർ എടുത്ത് നോക്കുകയാണ്. പൊളിറ്റിക്കൽ ചെയ്യുന്നവരാണ് സ്റ്റേറ്റിന്റെ ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളാണ് ചെയ്യുക. അതേസമയത്ത് രാജാവ് ഒരു ഐഡന്റിറ്റി ആയിട്ട് നിലനിൽക്കുകയും അദ്ദേഹം റിച്വൽ സോവറിനിറ്റിയിലോട്ട് പോവുകയും ചെയ്യും എന്ന് പറയുന്ന തിയറിയാണ് സെഗ്മെന്ററി സ്റ്റേറ്റ് മോഡൽ ബൈ ബർട്ടൻസ്റ്റൈൻ. ഇനി അതേസമയത്ത് ഫ്യൂഡൽ മോഡൽ, ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഫേമസ് ആരാണ്? ആർ എസ് ശർമ്മയാണ്. അപ്പൊ ആർ എസ് ശർമ്മ കൊടുക്കാൻ പറ്റും. സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് പ്രൊപ്പണൻസ് ആണ് കൂടുതൽ ഉണ്ടായിരുന്നതാണ് ആര് പറയുന്നത്? കെ എ നീലകണ്ഠ ശാസ്ത്രി പറയുന്നത്. കെ എ നീലകണ്ഠ ശാസ്ത്രി പറയുന്ന കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. പിന്നെ ഡെസ്പോട്ടിക് സ്റ്റേറ്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എനിഹൗ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കുക. ആർ എസ് ശർമ്മ ഫ്യൂഡൽ മോഡലാണ്. സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് നീലകണ്ഠ ശാസ്ത്രിയാണ്. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തോട്ടാണ് റിച്വൽ സോവറിനിറ്റി നിലനിർത്തുന്നുണ്ടെന്ന് പറയുന്നതാണ് ബർട്ടൻസ്റ്റൈന്റെ അപ്രോച്ച്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അങ്ങനെ ഒരു സിംബോളിക് കിങ്ഷിപ്പ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. Now moving ahead to another question, the third one. Again, ചോള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ ചെയ്യും.
എല്ലാവരും സി കുത്തിയിട്ടുണ്ട് അല്ലെ? വെരി ഗുഡ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു നോ ദ വെരി ബേസിക്സ്. നമുക്കറിയാം ഊര് എന്ന് പറഞ്ഞാൽ വില്ലേജ് ആണ്. ഒരു നാടിന്റെ ഒരു അടിസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്താണ്? വില്ലേജ് ആണ്. ഓക്കെ, അപ്പൊ വില്ലേജ് ആണ് പ്ലസ് വില്ലേജിൽ എന്തുണ്ടാവും? വില്ലേജ് അസംബ്ലി ഉണ്ടാകും. പിന്നെ ഇതിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു, ഊര് എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മിൺസിന്റെ സെറ്റിൽമെന്റ് അല്ല. സോ ഇറ്റ്സ് എ നോൺ ബ്രഹ്മദേയ ആണ്. ബ്രഹ്മദേയ അല്ല, നോൺ ബ്രഹ്മദേയാണ്. അപ്പൊ അത് ഓക്കെയാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് മൂന്നും തന്നിരിക്കുന്നത്. അത് മൂന്നും ശരിയാണ്. അപ്പൊ മൂന്നെണ്ണം ഉള്ളത് തന്നെ വരുള്ളൂ. അപ്പൊ ഇത് രണ്ടും അപ്പൊ തന്നെ ഒഴിവായി. പിന്നെ എ ബി സി എ സി ഡി ഉണ്ട്. അപ്പൊ ബി ഉണ്ടോ ഇല്ല എന്നുള്ളത്, ബി ഉണ്ട്. ആൻസർ സി ആണ്. പക്ഷെ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് പ്രശ്നം എന്താ? നാടു, സഭ, നഗരം എന്നൊക്കെ പറയുന്നത് നത്തിങ് ടു ഡു അസസ്മെന്റ് കളക്ഷൻ ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ലോജിക്കലി ആലോചിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നാടു, സഭ, നഗരം, എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ദേ ഹാവ് സം കൈൻഡ് ഓഫ് റവന്യൂ. നിങ്ങൾ നാട്ടില് ഒരു ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യാന്ന് വിചാരിക്കും. ആ ക്ലബ്ബില് ഒരു റവന്യൂ സിസ്റ്റം ഉണ്ടാവില്ലേ? ക്ലബിലെ ഫണ്ടിങ് ഉണ്ട്. അപ്പൊ ഒരു ക്ലബിന് റവന്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് റവന്യൂ സിസ്റ്റം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. സോ ദാറ്റ്സ് അപ്രോച്ച് യു ഷുഡ് ഹാവ്. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. എല്ലാവരും ചെയ്തിട്ടുണ്ട്. മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ. ഇതൊന്ന് ആൻസർ വേണ്ടി ശ്രമിച്ചു നോക്കിക്കേ. യു വിൽ ഗെറ്റ് ഇറ്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ ആക്ച്വലി. കമോൺ. സി ആണ് കോമന്റ് വന്നിട്ടുള്ളത്. ലെറ്റ് മീ ചെക്ക് അതേഴ്സ്. ഇത് ലോജിക്കലി നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ സ്റ്റെപ്പ് വരുമ്പോൾ ഫുൾ അറിയണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. മേക്ക് ഷുവർ യു നോ 1%. ഹർഷ ഏത് ഡൈനാസ്റ്റിയാണ്? പുഷ്യപൂരി. അപ്പൊ A2 ഉണ്ടെന്ന് നോക്കുക. A2 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റും. അപ്പൊ തന്നെ ഒഴിവാക്കുക. ഗ്യാരണ്ടീഡ് ആയിട്ട് മുന്നോട്ട് പോവാം. ലളിതാദിത്യ മുക്തപീഡ എന്ന് പറയുന്ന ആള് ആക്ച്വലി കർക്കോട്ട ഡൈനാസ്റ്റിയിലെ ആളാണ്. കർക്കോട്ട ഡൈനാസ്റ്റിയിലെ ആളാണ്. നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾക്ക് അറിയാം പല്ലവാസ് എന്ന് പറയുന്നത് എവിടെയാണ്? തൊണ്ടൈമണ്ഡലം റീജിയൻ ആണെന്നുള്ളത്. സോ C1 ഉണ്ടാവും. C1 എവിടെ വരുന്നത്? ഇതിൽ മാത്രമാണ് കുത്താം. അപ്പൊ നമുക്ക് രണ്ട് ഇൻഫർമേഷൻ അറിയില്ലെങ്കിൽ രണ്ട് ഇൻഫർമേഷൻ നിങ്ങൾ റിസൾട്ടിലോട്ട് വഴി എത്തിക്കും. ഇതാണ് ബേസിക് ഐഡിയ. ലളിതാദിത്യ മുക്തപീഡ കർക്കോട്ട ഡൈനാസ്റ്റിയാണ്. പാലാസ് എൻഡ് ഓഫ് മത്സ്യന്യായ. എൻഡ് ഓഫ് മത്സ്യന്യായ എന്ന് പറഞ്ഞാൽ മത്സ്യന്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെഡ് ലോക്ക് ആണ്. ഡെഡ് ലോക്ക്, ഒരു ചത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹർഷവർദ്ധന്റെ കീഴിലായിരുന്നു നോർത്ത് ഇന്ത്യ മൊത്തത്തില്, ഈവൻ ബംഗാൾ ഉൾപ്പെടെ. ഹർഷവർദ്ധൻ മരിച്ചതിന് ശേഷം പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ സംഭവിച്ചു. എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വാട്ട് വി കൻ സി, നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഒരു സിസ്റ്റം വേണം എന്നുള്ളത്. ആ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഡെഡ് ലോക്കിനെ അവസാനിപ്പിച്ചിട്ട് പിന്നീട് വരുന്ന ആൾക്കാരാണ് പാലാസ് എന്ന് പറയുന്നത്. അതാണ് പാലാസിന് ഇവിടെ ഡയറക്ഷൻ കൊടുത്തത് കേട്ടോ. ഓക്കെ, മൂവിങ് ഫോർവേഡ് ടു അനദർ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് വായിക്കണേ, സമയം കുറച്ച് കുറവാണ്, പെട്ടെന്ന് ചെയ്യണം.
പെട്ടെന്ന് ആൻസർ ചെയ്യണേ, സമയം കളയാൻ പറ്റില്ല. ഓപ്ഷൻ എ കുത്തിയവരുണ്ട് അല്ലെ? ഓക്കെ. പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം, സമയം കളയുന്നില്ല. എ ആണ് കൂടുതൽ ആൾക്കാർ കുത്തിയത്, ചില ആൾക്കാർ ബി കുത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ ഓഫ് വുമൺ. അപ്പൊ വുമൺ റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. രാഷ്ട്രകൂട കിങ് അമോഘവർഷ റെഗുലർലി എംപ്ലോയ്ഡ് കോർട്ടിസൻസ് ആസ് ഹിസ് എമിസറീസ്. കൊട്ടാരത്തില് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാരായിട്ട് ഗണികാസ് എന്ന് വിളിക്കും. ഗണികാസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡിപ്ലോമാറ്റിക് ഏജന്റുമാരായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. രാഷ്ട്രകൂട കിങ് ആകുമ്പോൾ കുറച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ഇല്ല. റെഗുലർലി എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. രാജാവ് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ ജോലിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആക്കി കണക്കാക്കാം. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് ശരിയാണെങ്കിൽ കൊടുത്തിട്ട് ബി ഒഴിവാക്കാം. കറക്റ്റ് ആൻസർ ആണ് ഇങ്ങോട്ട് ചോദിച്ചത്. ചാളുക്യൻ പ്രിൻസസ് അക്കാദേവി കാരിഡ് ഓൺ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പ്രൊവിൻസ്. ഇതും ചാളുക്യൻ പ്രിൻസസിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പ്രൊവിൻസ്, ഒരു പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുത്തിരുന്നു. എല്ലാ റോയൽ ഫാമിലി പെട്ടുള്ള ആൾക്കാർക്കും ഓരോ പ്രൊവിൻസുകൾ ഭരിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ റൈറ്റ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ജോബ് എല്ലാവരും കൊടുക്കാറുണ്ട് പൊതുവെ. നിങ്ങളിപ്പോ ഒരു രാജകുടുംബത്തിൽ ജനിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാലും ഒരു പ്രദേശം നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കും. അത് നേച്ചുറലി വരുന്നതാണ്. ഓക്കെ, അപ്പോ ബി ഇല്ലാത്തതുകൊണ്ട് ഇത് ഒഴിവാക്കാം. അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി നോക്കാം. ഇബൻ ബത്തുത സോ ഇൻ ഹോണർ സൗത്ത് ഇന്ത്യ 13 സ്കൂൾസ് ഫോർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഗേൾസ് ആൻഡ് 23 ഫോർ ബോയ്സ്. ഇത് കുറച്ച് ഫാക്ച്വൽ ആണ് സ്റ്റേറ്റ്മെന്റ്. വർദ്ധമ അബൌട്ട് വിജയനഗര റോഡ് ദാറ്റ് ലേഡീസ് ഗോ വിത്ത് ദർ ഫേസസ് ക്വൈറ്റ് കവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു സ്ട്രിക്റ്റ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, ഇങ്ങനത്തെ കേസ് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് 50-50 എത്തിയിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന രൂപത്തിലോട്ടാ. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഡി തെറ്റാണെന്നുള്ളത്. വൈ? കാരണം ഇതിൽ എ ബി സി ഉള്ളൂ, ഇതിൽ എ ആൻഡ് ബി ഉള്ളൂ. കണ്ടോ, നമുക്ക് അറിയാത്ത ഇൻഫർമേഷൻ വരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് സി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇനി നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉള്ളത്, മൂന്നിന്റെയും രണ്ടിന്റെയും ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ സി ശരിയാകും, ഒന്നില്ലെങ്കിൽ ഡി ശരിയാകും. അപ്പൊ ഇവിടെ ദിസ് ഈസ് ഹൈലി ഫാക്ച്വൽ. ഇബിൻ ബത്തൂത്ത വന്നിട്ട് പറയാണ്, ഞാൻ 13 സ്കൂൾസ് അവിടെ കണ്ടിട്ടുണ്ട്, 23 ബോയ്സിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൃത്യമായിട്ട് പറയാണ്. അങ്ങനത്തെ ഒരു ഫാക്ച്വലി ഇബിൻ ബത്തൂത്ത റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ എവിടെയും പഠിക്കുന്നില്ല പൊതുവെ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പൊ ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് 50-50 റേഷ്യോയിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടും കൽപ്പിച്ച് നമ്മൾ കുത്താന്നൊക്കെ പറയില്ല, ആ രീതിയിൽ. അപ്പൊ ആ രീതിയിലൊന്ന് അറിഞ്ഞിരിക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എ ആൻഡ് ബി ഓൺലി. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്തായിരുന്നു. ദിസ് ഈസ് അവർ ടോട്ടൽ ഡിസ്കഷൻ ഏരിയ ഫോർ ടുഡേ. പെട്ടെന്ന് 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 ആൻസർ ചെയ്യണം, സമയം കൂടുതൽ കളയാൻ പറ്റില്ല. ഞാൻ ഡിസ്കസ് ചെയ്തോട്ടെ നിങ്ങൾക്ക് വേണ്ടിയത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ബി സിയിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കുക, പിന്നെ കോമൺ എറയിൽ നോക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഇതിൽ ബി സിയിൽ വരാൻ ചാൻസ് ഉള്ള ഏതാണ്? വിക്രം മിറ. കാരണം എല്ലാ ഓപ്ഷനിലും ഈ തുടക്കത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വേണം നിങ്ങൾ ആലോചിക്കാൻ കേട്ടോ. അപ്പൊ വിക്രം മിറ ഉണ്ട്, നമുക്കറിയാം. വിക്രം മിറ ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതുന്നുണ്ട്. 57 ബി സിയിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നതാണ്, നമുക്ക് കുറച്ച് അതർ ഇറാസ് വരുന്നുണ്ട്. ഇതില് നമുക്ക് കൊല്ലം വർഷം എന്ന് പറഞ്ഞാൽ മലയാള വർഷമാണെന്ന് അറിയാലോ. സോ ഐം ജസ്റ്റ് റൈറ്റിംഗ് കൊല്ല വർഷം. അത് 825 സിയിൽ വരുന്ന ഒന്നാണ്. കേരള ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആക്ച്വലി അത്. പിന്നെ നമുക്കറിയാം ഇതിന്റെ മുന്നോടിയായിട്ട് ഗുപ്താസ് ഉണ്ടെന്നുള്ളത്. അല്ലെ, ഈ കാലഘട്ടത്തിന് മുമ്പായിട്ട് എന്തായാലും ഗുപ്തയർ ഉണ്ടല്ലോ. അപ്പൊ ഗുപ്താസിന്റെ പീരീഡ് ഉണ്ട് 319 എന്നാണ് നമ്മൾ കൂടുതൽ പറയാറുള്ളത്. അപ്പൊ ഗുപ്തയർ ഉണ്ട്. അപ്പൊ ഈ കഴിഞ്ഞിട്ട് ബി വരണം, ഈ കഴിഞ്ഞിട്ട് ബി വരണം എന്നുള്ളതാണ്. അപ്പൊ എല്ലാം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞിട്ടാണ് ബി, ഈ കഴിഞ്ഞിട്ടാണ് ബി, ഈ കഴിഞ്ഞിട്ടാണ് ബി, ഈ കഴിഞ്ഞിട്ടാണ് ബി. പക്ഷെ അതിനിടക്ക് ആരെങ്കിലും വരാൻ പാടുണ്ടോ? പാടില്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോഴാണ് നമ്മൾ ഒരു ടീമിനെ അറിഞ്ഞിരിക്കുന്നത്, കാലാച്ചുരീസ് എന്ന് പറയുന്ന ആൾക്കാർ. ഹിസ്റ്റോറിക്കലി മൈനർ ഡൈനാസ്റ്റിയ. ഞാനിവിടെ എഴുതാം, കാലാച്ചുരീസ്. പക്ഷെ കാലാച്ചുരി ചെടി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഗുപ്തക്കും മുന്നേ വന്നിട്ടുള്ള ഒന്നാണ്. 248 സിയുടെ സമയത്ത് വന്നതാണ്. അതുകൊണ്ട് ഇ കഴിഞ്ഞ് സി കഴിഞ്ഞ് പിന്നെ ബി പിന്നെ ഡി പിന്നെ എ. അപ്പൊ ചാളുക്യ വിക്രമിറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വരുന്നത് 1076 കേട്ടോ. ഇതിപ്പോ തന്നെ ഒന്ന് പഠിച്ചു നോക്കോ ഇത്രയും കാര്യങ്ങൾ. വിക്രം ഇറ 57, ഗുപ്ത ഇറ 319, കൊല്ലവർഷം 825, കാലാച്ചുരി ഇറ 248, ചാളുക്യ വിക്രമവർഷം 1076. ചാളുക്യ ഡൈനാസ്റ്റി അല്ല, ചാളുക്യയുടെ പുനർജന്മത്തിന്റെ മറ്റൊരു ഡൈനാസ്റ്റി കേട്ടോ. അതുകൊണ്ടാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. അടുത്ത ചോദ്യമായിരുന്നു, ഹൂ റോട്ട് ചൈതന്യ ചരിതാമൃത? ചൈതന്യ ചരിതാമൃത, ബയോഗ്രഫി ഓഫ് വൈഷ്ണവ സെയിൻ ചൈതന്യദേവ. ഇത് കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കാൻ വേണ്ടി. ഉത്തരം കൃഷ്ണദാസ് കവിരാജ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞിട്ട്, മഹാപ്രഭു ബംഗാളിന്റെ ഭാഗത്ത് ഭക്തി മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. ആ രീതിയിൽ ഒന്ന് അറിഞ്ഞിരിക്കാൻ. അടുത്ത പാലാറോളേഴ്സിന്റെ ക്രൊണോളജി ആണ്. നമ്മുടെ ഒരു പക്ഷേ ഇന്റർനെറ്റ് കട്ടാകാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ബി ആണ് ഉത്തരം വരുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ധർമ്മപാല, പിന്നെ ദേവപാല, മഹിപാല, രാമപാല, മടനപാല. ഓക്കെ, സോ ഗൈസ് ഒരു പക്ഷെ ഇപ്പോൾ കട്ടാകാൻ ചാൻസ് ഉണ്ട്. ടൈമർ ഒന്ന് കാണിക്കുന്നു. എന്താണ് എനിക്ക് അറിഞ്ഞൂടെ, നേരത്തെ ലോഞ്ച് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് ഡിസ്കഷൻ. ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്രൂപ്പ് നോക്കുക, ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.